പെരിന്തൽമണ്ണ നിയോജക മണ്ഡലത്തിൽ 15,000 മുതൽ 20,000 വോട്ടിന്റെ ഭൂരിപക്ഷം നജീബ് കാന്തപുരം നേടുമെന്ന് മുസ്ലിം ലീഗ് താഴേക്കോട് പഞ്ചായത്ത് കമ്മിറ്റി നേതാക്കൾ. ഭൂരിപക്ഷം നേടുന്നതിൽ താഴേക്കോട് പഞ്ചായത്തിന് നിർണായക പങ്ക് ഉണ്ടാകുമെന്നും നേതാക്കൾ മലബാർ ന്യൂസിനോട് പറഞ്ഞു. 2 അക്ക സംഖ്യയുടെ ഭൂരിപക്ഷത്തിൽ കഴിഞ്ഞ തവണ വിജയിച്ച നജീബ് കാന്തപുരം ഇത്തവണ 5 അക്ക സംഖ്യയുടെ ഭൂരിപക്ഷത്തിൽ വിജയിക്കുമെന്ന ഉറച്ച വിശ്വാസത്തിലാണ് താഴേക്കോട്ടെ UDF നേതൃത്വം. എന്നാൽ കഴിഞ്ഞ തവണ താഴേക്കോട് ഗ്രാമപഞ്ചായത്തിൽ നജീബ് കാന്തപുരം എന്ത് വികസനമെത്തിച്ചു എന്ന ഇതര രാഷ്ട്രീയ പാർട്ടിക്കാരുടെ ചോദ്യങ്ങൾക്കുള്ള മറുപടിയായി മുസ്ലിം ലീഗ് പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റും ഗ്രാമപഞ്ചായത്ത് മുൻ അംഗവുമായ VP റഷീദ് പദ്ധതികൾ അക്കമിട്ട് നിർത്തി. CPM പലപ്പോഴും ചോദിക്കുന്നത് നിങ്ങൾക്ക് ചൂണ്ടിക്കാണിക്കാനുള്ളത് എന്താണ് എന്നുള്ള രൂപത്തിലുള്ള ഒരു ആക്ഷേപം തെരഞ്ഞെടുപ്പ് സമയത്ത് അവർ പറഞ്ഞിരുന്നു. പക്ഷേ അതിനെ മറികടക്കുന്ന രൂപത്തിലുള്ള പ്രവർത്തനങ്ങൾ അദ്ദേഹം ഇവിടെ നടത്തിയിട്ടുണ്ട്. അതാര് മറച്ചു വെക്കാൻ ശ്രമിച്ചാലും അത് ജനങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങളാണ്. ഒന്ന്, നമ്മുടെ താഴേക്കോട് പഞ്ചായത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട റോഡ്, തൂതവട്ടത്തെ റോഡ് സൂഫി സാഹിബിൻ്റെ കാലത്ത് കൊണ്ടുവന്ന റോഡാണ്. ആ റോഡ് താഴേക്കോട് പഞ്ചായത്തിലൂടെ കടന്നു പോകുന്ന ഏറ്റവും നീളം കൂടിയ PWD റോഡാണ്. ആ റോഡ് വളരെ നല്ല രൂപത്തിൽ ഒന്നാം തരം റോഡാക്കി മാറ്റുന്നതിന് വേണ്ടി അദ്ദേഹം പരിശ്രമിച്ച് അതിൻ്റെ പൂർത്തീകരണം കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ തെയ്യോട്ടിച്ചിറ മക്കാമിലേക്ക് പോകുന്ന റോഡിൻ്റെ പാതി പൂർത്തീകരിക്കാൻ സാധിച്ചു. ബാക്കിയുള്ളതിന് ഫണ്ട് വെച്ച് അതിൻ്റെ പണികൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. പുത്തൂർ റോഡ് നന്നാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ മലങ്കട കമ്പിമലയിലേക്കുള്ള റോഡ് നന്നാക്കിയിട്ടുണ്ട്. അതുപോലെ ഇബ്രാഹിംപടി റോഡിന് വേണ്ടി അദ്ദേഹം ഫണ്ട് വെച്ചു. അതൊക്കെ പ്രവർത്തികൾ നടന്നിട്ടില്ല. അത് ഈ ഇലക്ഷൻ്റെ കാരണവും അതുപോലെ തന്നെ ടാറില്ലാത്ത പ്രശ്നമൊക്കെ കാരണം ഇപ്പോൾ അങ്ങനെ ഇപ്പോൾ തൽക്കാലം അത് നിർത്തിവെച്ചു എന്ന് പറഞ്ഞാൽ അതിൻ്റെ പണി പുരോഗമിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്, പൂർത്തീകരണത്തിലെത്തിയിട്ടില്ല. അതുപോലെ തന്നെ കൊടികുത്തിമല, അവിടേക്കുള്ള റോഡും അതിൻ്റെ വികസന പ്രവർത്തനങ്ങളും അത് ടൂറിസത്തിൻ്റെ ഭൂപടത്തിലേക്ക് കൊണ്ടുവരുന്ന കാര്യത്തിൽ, കേരളത്തിൻ്റെ ഒരു ടൂറിസ്റ്റ് ഹബ്ബാക്കി അതിനെ മാറ്റുന്ന കാര്യത്തിൽ അദ്ദേഹം വളരെയധികം പരിശ്രമം നടത്തി എന്നുള്ളത് താഴേക്കോട് പഞ്ചായത്തിനെ സംബന്ധിച്ച് വളരെ നേട്ടമുണ്ടാക്കുന്ന ഒന്നാണ്. അതുപോലെ അദ്ദേഹത്തിൻ്റെ സ്ട്രീറ്റ് ലൈറ്റുകൾ സ്ഥാപിച്ച കാര്യം, അതുപോലെ ഓട്ടോറിക്ഷ തൊഴിലാളികൾക്ക്, അംഗനവാടി ടീച്ചർമാർക്ക്, ആശാ വർക്കർമാർക്കൊക്കെ ഹെൽത്ത് കാർഡ് നൽകിക്കൊണ്ട് അടിസ്ഥാന ജനവിഭാഗങ്ങളെ ചേർത്ത് പിടിക്കുന്ന കാര്യത്തിൽ അദ്ദേഹം വളരെ വലിയ നേട്ടമാണ് കൈവരിച്ചത്. അതിൻ്റെ ഫലമായി തന്നെ സാധാരണക്കാരായ ആളുകളുടെ വോട്ടൊക്കെ അദ്ദേഹത്തിന് കിട്ടുമെന്നുള്ള കാര്യം ഉറപ്പാണ്. CPM എന്തൊക്കെ ആക്ഷേപിച്ചാലും ജനങ്ങൾ അദ്ദേഹത്തെ കൈവിടില്ല. വലിയൊരു ഭൂരിപക്ഷം താഴേക്കോട് പഞ്ചായത്തിൽ നിന്നുണ്ടാകും. വലിയ ഭൂരിപക്ഷം പെരിന്തൽമണ്ണ നിയോജകമണ്ഡലത്തിൽ 15,000-നും 20,000-നും ഇടയിലുള്ള ഒരു ഭൂരിപക്ഷം അദ്ദേഹത്തിന് കിട്ടി. വലിയ വിജയം അദ്ദേഹം കൈവരിക്കുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ ഉണ്ടായിരുന്ന എല്ലാ സ്വരച്ചേർച്ചകൾക്കും പരിഹാരം കണ്ട നിയമസഭാ തിരഞ്ഞെടുപ്പോടുകൂടി താഴേക്കോട് ഗ്രാമപഞ്ചായത്തിൽ കോൺഗ്രസ് ഏത് മുസ്ലിം ലീഗ് ഏത് എന്ന് തിരിച്ചറിയാൻ കഴിയാത്ത രീതിയിലുള്ള കെട്ടുറപ്പോടെയാണ് പ്രവർത്തിച്ചതെന്ന് UDF ചെയർമാൻ പത്മനാഭൻ പറഞ്ഞു. അല്ല, ഇലക്ഷനോടനുബന്ധിച്ച് ടീം UDF എന്ന് പറഞ്ഞതോടുകൂടി മുസ്ലിം ലീഗും കോൺഗ്രസും തമ്മിൽ യാതൊരു അഭിപ്രായ വ്യത്യാസങ്ങളും ഉണ്ടായിരുന്നില്ല. പിന്നെ ഇലക്ഷനോടനുബന്ധിച്ച് ഈ സീറ്റ് ധാരണമാക്കിയ കാര്യങ്ങൾ ഇപ്പോൾ അത് പഞ്ചായത്ത് തലത്തിലായിരുന്നു. ചില വാർഡുകൾ, ജയിക്കേണ്ട വാർഡുകൾ തനിക്ക് വേണം, നമുക്ക് വേണം എന്നുള്ളൊരു രീതിയിൽ അതൊക്കെ നല്ല രീതിയിൽ തന്നെ അവസാനിപ്പിച്ചിട്ടുണ്ട്. ഈ അസംബ്ലി തെരഞ്ഞെടുപ്പ് വന്നതോടുകൂടി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ലീഗ് ഏതാണ് കോൺഗ്രസ് ഏതാണെന്ന് അറിയാത്ത രീതിയിൽ അത്രയും കെട്ടുറപ്പോടുകൂടി, അതാണ് ടീം UDF. ആ രീതിയിലാണ് ഇവിടുത്തെ പ്രവർത്തനം ഉണ്ടായിട്ടുള്ളത്. അതിൻ്റെ എല്ലാം റിസൾട്ട് മെയ് മാസം 4-ാം തീയതി നമുക്ക് കാണാൻ സാധിക്കും എന്നുള്ള കാര്യത്തിൽ ഒട്ടും സംശയമാണ്. നജീബ് കാന്തപുരത്തിന്റെ വോട്ട് വർധനവിൽ നിർണായക പങ്ക് വഹിക്കാൻ താഴേക്കോട് ഗ്രാമപഞ്ചായത്തിന് കഴിയുമെന്നുള്ള ഉറച്ച വിശ്വാസമുണ്ട്. 5,000-ത്തിലധികം വോട്ടിന്റെ ഭൂരിപക്ഷമാണ് പഞ്ചായത്തിൽ നിന്നും പ്രതീക്ഷിക്കുന്നതെന്ന് മുസ്ലിം ലീഗ് പഞ്ചായത്ത് കമ്മിറ്റി ജനറൽ സെക്രട്ടറി MT അഫ്സൽ പറഞ്ഞു. നമുക്കിപ്പോൾ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം ബൂത്തുകളിൽ നിന്ന് കിട്ടുന്ന കണക്കുകൾ അനുസരിച്ച് 5,000-ത്തിലധികം ഭൂരിപക്ഷം താഴേക്കോട് പഞ്ചായത്തിൽ നിന്നും നജീബ് സാഹിബിന് നൽകാൻ കഴിയും എന്നുള്ള ഒരു വിശ്വാസത്തിലാണ് UDFൻ്റെ നേതാക്കന്മാരും പ്രവർത്തകരും ഒക്കെയുള്ളത്. നജീബ് സാഹിബ് പെരിന്തൽമണ്ണ നിയോജക മണ്ഡലത്തിലേക്ക് ഒരു സ്ഥാനാർത്ഥിയായി വന്ന് അദ്ദേഹം കഴിഞ്ഞ തവണ വിജയിച്ച് കോടിക്കണക്കിന് രൂപയുടെ പ്രവർത്തനങ്ങളാണ് പെരിന്തൽമണ്ണ നിയോജക മണ്ഡലത്തിൽ അദ്ദേഹം നടത്തിയിട്ടുള്ളത്. അതിൽ വലിയ രൂപത്തിലുള്ള വികസന പ്രവർത്തനങ്ങൾ താഴേക്കോട് പഞ്ചായത്തിലും അദ്ദേഹത്തിന് നടത്താൻ കഴിഞ്ഞിട്ടുണ്ട്. ആ ഒരു വികസന പ്രവർത്തനങ്ങളും അതുപോലെ തന്നെ സാധാരണക്കാരായ ആളുകളുടെ ജനഹൃദയങ്ങളിലാണ് ഇന്ന് നജീബ് സാഹിബിനുള്ള സ്ഥാനം. ചെറിയ കുട്ടികളടക്കം മുതിർന്നവർ വരെ നജീബ് സാഹിബിന് ജനഹൃദയങ്ങളിൽ നൽകുന്ന ആ ഒരു സ്ഥാനവും അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ കഴിഞ്ഞ 5 വർഷക്കാലത്തെ വികസന പ്രവർത്തനങ്ങളും ഈ തെരഞ്ഞെടുപ്പിൽ അതൊക്കെ വോട്ടായി മാറും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല.
കഴിഞ്ഞ 5 വർഷക്കാലം താഴേക്കോട് ഗ്രാമപഞ്ചായത്തിന്റെ വികസനത്തിൽ മുഖ്യ പങ്ക് വഹിക്കാൻ നജീബ് കാന്തപുരത്തിന് കഴിഞ്ഞിട്ടുണ്ടെന്ന് മുസ്ലിം ലീഗ് പഞ്ചായത്ത് കമ്മിറ്റി ട്രഷററും മുൻ ഗ്രാമപഞ്ചായത്ത് അംഗവുമായ PT ഹൈദ്രസ് ഹാജി പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ അത്ര വലിയ വികസന പ്രവർത്തനങ്ങളാണ് താഴേക്കോട് പഞ്ചായത്തിൽ ചെയ്തിട്ടുള്ളത്. പഞ്ചായത്തിൻ്റെ എല്ലാ മേഖലകളിലും അദ്ദേഹം വേണ്ടത്ര ശ്രദ്ധ ചെലുത്തി എല്ലാ ഭാഗത്തും എത്തിയിട്ടുണ്ട്. ഒരുപാട് വികസനങ്ങൾ എടുത്തു പറയേണ്ടതുണ്ട്. പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഉൾപ്പെടെ നജീബ് കാന്തപുരത്തിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണ പ്രവർത്തനത്തിന് താഴേക്കോട് എത്തിയിരുന്നു. അലനല്ലൂരിലെ സേവന രംഗത്ത് 80 വർഷത്തെ പ്രവർത്തന പരിചയമുള്ള പാലക്കാട് ജില്ലയിലെ ക്ലാസ് 1 സൂപ്പർ ഗ്രേഡ് ബാങ്ക് അലനല്ലൂർ സർവീസ് സഹകരണ ബാങ്ക് എന്നും ജനങ്ങളോടൊപ്പം.